പഠനത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്വപ്നങ്ങളുടെയും ലോകമാകേണ്ട നമ്മുടെ കലാലയങ്ങൾ ഈ അടുത്ത കാലത്തായി വാർത്തകളിൽ നിറയുന്നത് അക്രമത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പേരിലാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം സമൂഹത്തിൽ ആരോഗ്യകരമായ സംവാദങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴിയൊരുക്കേണ്ടതിന് പകരം അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത്തരത്തിൽ ആശങ്കയുണർത്തുന്ന ഒരു സംഭവമാണ് കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. കണ്ണൂർ മണത്തണ സ്കൂളിലെ പാചക തൊഴിലാളിയായ വസന്ത ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരുന്നു. എന്നാൽ SFI ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക് സമരത്തിന്റെ ഭാഗമായി ചില പ്രവർത്തകർ സ്കൂളിന്റെ അടുക്കളയിലേക്ക് കടന്നു വന്നു. സമരമായതുകൊണ്ട് ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. സാധാരണയായി കലാലയങ്ങൾക്ക് പുറത്ത് നടക്കേണ്ട സമരങ്ങൾ എന്തുകൊണ്ട് സ്കൂളിന്റെ അടുക്കളയിലേക്ക് വരെ വ്യാപിച്ചു എന്നത് അത്ഭുതകരമാണ്. പ്രായമായ വസന്ത തന്റെ ജോലി തുടരാനായി ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ അവരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും കഴുകി വെച്ചിരുന്ന അരി തട്ടിമറിക്കുകയും ചെയ്തു എന്നാണ് പരാതി. പ്രായത്തിന്റെ ബഹുമാനമെങ്കിലും കാണിക്കേണ്ടേ, ഓളുടെ അമ്മയാകാൻ പ്രായമുണ്ട്, ചെലക്കല്ലാന്നാണ് എന്നോട് പറഞ്ഞത്, ഞാൻ ഇറങ്ങടി എന്ന് തിരിച്ചു പറഞ്ഞു ഇന്ന് വസന്ത പിന്നീട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇത് കേവലം ഒരു തർക്കമായിരുന്നില്ല, മറിച്ച് ഒരു പാചകക്കാരിക്ക് നേരെ നടന്ന കയ്യേറ്റവും വിശന്ന് വലയുന്ന കുട്ടികളുടെ ആഹാരം തടസ്സപ്പെടുത്താനുള്ള ശ്രമവുമാണ്. കൈ തട്ടി മാറ്റിയപ്പോൾ തിളച്ച വെള്ളം കാലിൽ വീണ് പൊള്ളലേറ്റുവെന്നും അവിടെ പരാതിയുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം നിഷേധിക്കുക എന്നത് ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ഈ സംഭവത്തിൽ DYFI പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജ് അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M ആര്യലക്ഷ്മി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. 2005 ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ഈ പരാതി. ബാലാവകാശ ലംഘനം, ഒരു പൊതുപ്രവർത്തകയ്ക്ക് നേരെയുള്ള ആക്രമണം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പരാതിയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. M ആര്യലക്ഷ്മിയുടെ പരാതിയിൽ സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ പ്രതിഷേധം അടിച്ചേൽപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ക്രൂരവും പ്രാകൃതവുമായ അതിക്രമം വഴി കൊച്ചു കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മുടക്കി അവരെ കടുത്ത പട്ടിണിയിലാക്കിയെന്നും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശം ലംഘിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട്. കുട്ടികളുടെ ക്ഷേമത്തിനായി ലക്ഷ്യമിട്ടുള്ള PM പോഷൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ പോലും ഇത് അട്ടിമറിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. എന്നാൽ ഈ അടുത്ത കാലത്തായി അവരുടെ പ്രവർത്തന ശൈലിയിൽ പലപ്പോഴും അക്രമവും സംഘർഷവും കടന്നു വരുന്നതേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച് നടത്തുന്ന സമരങ്ങൾ ഒരു സ്കൂളിലെ സാധാരണ പാചകക്കാരിയെ ആക്രമിക്കുന്നതിലേക്കും കുട്ടികളുടെ ഭക്ഷണം മുടക്കുന്നതിലേക്കും എത്തിച്ചേരുന്നത് എന്ത് രാഷ്ട്രീയ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല. കലാലയങ്ങളെ അക്രമത്തിന്റെ വേദിയാക്കുന്ന ഈ ഒരു പ്രവണത സമാധാനപരമായി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് തകർക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുക, അടിച്ചമർത്താൻ ശ്രമിക്കുക, പഠനാന്തരീക്ഷം തകർക്കുക തുടങ്ങിയ ആരോപണങ്ങൾ SFIക്കെതിരെ നിരന്തരം ഉയർന്നു വരുന്നുണ്ട്. ഇതൊരു സംഘടന എന്ന നിലയിൽ അവർക്ക് ദോഷകരമായി ബാധിക്കും. യുവതലമുറയെ ശരിയായ ദിശയിൽ നയിക്കേണ്ടതിന് പകരം സംഘർഷങ്ങളിലേക്ക് തള്ളിവിടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വസന്ത എന്ന പാചകക്കാരിക്ക് നേരിട്ട ദുരനുഭവവും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നിഷേധിക്കപ്പെട്ടതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. വിദ്യാഭ്യാസം എന്ന മൗലികാവകാശത്തെ പോലും ഇത്തരം രാഷ്ട്രീയ സമരങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കലാലയങ്ങളിൽ അക്രമം ഇല്ലാതാക്കി സമാധാനപരവും ക്രിയാത്മകവുമായ ഒരു അന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ നമുക്കെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.